സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അമീബിക് മെനിഞ്ചൈറ്റിസ് ഉൾപ്പെടെയുള്ള ജലജന്യ രോഗങ്ങളുടെ വ്യാപന സാധ്യത പഠനവിധേയമാക്കുന്നു. സമഗ്ര ശിക്ഷ കേരള കായംകുളം BRCയുടെയും കുസാറ്റിന്റെയും നേതൃത്വത്തിൽ രാമപുരത്ത് പ്രവർത്തിക്കുന്ന സ്ട്രീം ലാബ് കേന്ദ്രീകരിച്ച് 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായി സ്ട്രീം തനത് പ്രോജക്ട് ശില്പശാല സംഘടിപ്പിച്ചു. സമഗ്ര ശിക്ഷ കേരള കായംകുളം BRCയുടെയും കുസാറ്റിന്റെയും നേതൃത്വത്തിൽ രാമപുരത്ത് പ്രവർത്തിക്കുന്ന സ്ട്രീം ലാബ് കേന്ദ്രീകരിച്ച് 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായി സ്ട്രീം തനത് പ്രോജക്ട് ശില്പശാല സംഘടിപ്പിച്ചു. പ്രാദേശികമായി ജലം മലിനമാകുന്ന സാഹചര്യങ്ങൾ പഠിക്കുകയും രോഗകാരികളുടെ സാന്നിധ്യം മനസ്സിലാക്കുന്ന ടെസ്റ്റുകളിലൂടെയും പഠനത്തിലൂടെയും രോഗവ്യാപന സാധ്യത കുറയ്ക്കുവാനുള്ള നൂതന മാർഗങ്ങൾ വികസിപ്പിക്കുകയും ചെയ്യുവാനുള്ള ശ്രമമാണ് വിദ്യാർത്ഥികളിലൂടെ നടത്തിയത്. ഇവ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. പ്രശ്നാവതരണ ശില്പശാല ജില്ലാ പഞ്ചായത്ത് അംഗം KG സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. പ്രധാനമായും നമ്മുടെ ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ജലജന്യ രോഗങ്ങളും പ്രാദേശിക വ്യാപന സാധ്യത പഠനം എന്ന വിഷയത്തെ ആസ്പദമാണ്. നമുക്കറിയാം, നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതി ഇപ്പോൾ നമ്മൾ പറയുന്നത് ഇനിയൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ശുദ്ധജലത്തിനും ശുദ്ധവായുവിനും വേണ്ടിയുള്ള യുദ്ധമായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നതെന്ന് എല്ലാവരും പറയുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മളുടെ പൊതു ജലാശയങ്ങൾ അടക്കം, നമ്മുടെ ഭവനങ്ങളിലുള്ള കിണറുകൾ അടക്കം ഇപ്പോൾ രോഗാണുക്കൾ കൊണ്ട് നിബിഡമാണ് എന്നുള്ള പഠനങ്ങൾ എത്തിക്കുന്ന കാര്യത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇത് പ്രകൃതിയല്ല, മനുഷ്യൻ തന്നെ സൃഷ്ടിക്കുന്ന അവൻ്റെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ജലാശയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ എത്ര ദൂരെ ആയിരിക്കണം സേഫ്റ്റി ടാങ്കുകൾ എന്നുള്ള നിഷ്കർഷിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. പക്ഷെ പലപ്പോഴും അത് പാലിക്കുന്നില്ല. അപ്പൊ ഈ അമീബ എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് ഇവിടെ തന്നെയുള്ള സാധനമാണ്, അത് ഉറപ്പല്ലേ? പിന്നെ എങ്ങനെ പെട്ടെന്ന് ഈ ഒരു രോഗം ഇത്രമേൽ പടർന്നു പിടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി? ഇപ്പൊ പുതുതായിട്ട് വന്നതാണോ ആ അമീബ? അല്ല, അത് അവിടെ തന്നെ ഉണ്ട്. പിന്നെ ഇത് മസ്തിഷ്കത്തിൽ കയറുമ്പോ എന്താ പെറ്റു വരുന്നു, ആദ്യം നമ്മൾ അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ന്യൂസുകളിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ മാത്രമാണ് ലക്ഷണങ്ങൾ കാണിക്കുന്നത്. അതിവേഗം എന്ത് ചെയ്യുക, അത് ദ്രുതഗതിയിൽ പകരക്കുന്നു. ജസ്റ്റ് ഒരു സോപ്പിന്റെ കുമള കൊണ്ട് പോലും നശിച്ചു പോകുന്ന ഒന്നാണിത്, ഈ അമീബ എന്ന് പറയുന്നത്. അത്രയും മതി. പക്ഷേ സോപ്പിട്ട് ബ്രെയിൻ കഴുകാൻ പറ്റും. കൈ കഴുകി കൊറോണയെ നമ്മൾ ഓടിച്ചു, സോപ്പിട്ട് ബ്രെയിൻ കഴുകാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അതിന്മേൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ എന്ത് ചെയ്യണം എന്ന് നമ്മളെല്ലാം ചിന്തിക്കണം, അല്ലേ? അപ്പൊ ഓരോരുത്തരും അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുവാണ്, നമ്മൾ അതിന്മേൽ ഗവേഷണം ചെയ്യുവാണ്. വെള്ളം ഒട്ടും പോലും കുടിക്കാതെ 3 ദിവസം വരെ നമുക്ക് ജീവിച്ചിരിക്കാം. അതായത് 72 മണിക്കൂർ മാത്രം. അത് കഴിഞ്ഞാൽ നമ്മൾ തളർന്നു വീണു. നമ്മുടെ ശരീരത്തിൽ നിന്ന് ജലത്തിന്റെ അംശം കുറഞ്ഞാൽ നിർജ്ജലീകരണം എന്ന് പറയുന്ന ഒരു അവസ്ഥയെത്തും. കേട്ടിട്ടുണ്ടാകുന്ന ഒരു വാക്ക് ഡീഹൈഡ്രേഷൻ. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരള BRC വഴി ഇത്തരം പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ അത് ശാസ്ത്ര പുതുവികളായ കുട്ടി ശാസ്ത്രജ്ഞന്മാർ, ഇന്നലെ ഇവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഒരു മെനഞ്ഞാന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കുള്ള LED ബൾബ് ഞങ്ങൾ അതിശയിച്ചു പോയി. ക്ലാസ് മുറിയിൽ എഴുതാനും വായിക്കാനും ഒക്കെ പ്രയാസമുള്ള കുട്ടികളെന്ന് നമ്മൾ വിലയിരുത്തുന്നവർ ഈ സാങ്കേതിക മേഖലയിൽ, ടെക്നിക്കൽ മേഖലയിൽ പലതും അവർക്കറിയാം. സോൾഡർ ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ അവർക്കൊക്കെ അറിയാം അത് കൃത്യമായിട്ട്, ബൾബ് സോൾഡർ ചെയ്യുന്നതൊക്കെ. അർഷാഞ്ചിന്റെ ടീച്ചർ ഇവിടെ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പം അത്തരം പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുമ്പോൾ അത് അധ്യാപകരാണ് കുട്ടികളെ മാക്സിമം പങ്കെടുപ്പിക്കേണ്ടത്. അവരുടെ സ്കൂളുകളിലെ ഇത്തരം കഴിവുള്ള കുട്ടികളെ ശാസ്ത്രകാരന്മാരാക്കി തീർക്കാൻ നമുക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് അധ്യാപകർക്ക് രക്ഷകർത്താക്കളെക്കാൾ പങ്കുണ്ട്. രാമപുരം ഹൈസ്കൂൾ PTA പ്രസിഡന്റ് നാസറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. രാമപുരം ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് ശ്രീദേവി സ്വാഗതം പറഞ്ഞു. കായംകുളം BPC ബിന്ദുമോൾ പദ്ധതി വിശദീകരണം നടത്തി. റിട്ടയർഡ് ഹെൽത്ത് ഇൻസ്പെക്ടറും രാമപുരം ഹൈസ്കൂൾ PTA പ്രസിഡന്റുമായ നാസറുദ്ദീൻ പ്രശ്നാവതരണം നടത്തി. BRC സ്റ്റാഫ് സെക്രട്ടറി V അനിൽ ബോസ്, സ്ട്രീം എക്സ്പെർട്ട് ഹർഷാഞ്ജലി, ക്ലസ്റ്റർ കോർഡിനേറ്റർമാരായ റംഷാജ്, ശാന്തി എന്നിവർ സംസാരിച്ചു. പൂർണിമ നന്ദി പറഞ്ഞു. കായംകുളത്തെ 8 സ്കൂളുകളിൽ നിന്നായി 48 വിദ്യാർത്ഥികളും 8 അധ്യാപകരും പ്രൊജക്ടിന്റെ ഭാഗമായി എത്തിച്ചേർന്നു. CDNet ന്യൂസ്, കായംകുളം.